ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം SIT റിപ്പോർട്ട് മുൻനിർത്തി പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയിൽ എതിർവാദം ഉന്നയിച്ചിരുന്നു. ജാമ്യ ഹർജി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുധീഷ് കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, കണ്ഠരര് അല്ലെങ്കിൽ തന്ത്രിയുടെ സമീപനത്തിൽ ചെറിയ സംശയങ്ങൾ SITക്ക് ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം SIT ഉന്നയിക്കുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും SIT ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ചില ഒരു പ്രധാന രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടാണ്. തന്ത്രിക്കും തന്ത്രിയുടെ ഭാര്യയ്ക്കും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ചില സ്വകാര്യ ബാങ്കുകളിൽ ഉണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ SIT നടത്തിയിരുന്നു. ഈ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില രേഖകളും ഈ അന്വേഷണ സംഘം കോടതിക്ക് മുന്നാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജി നൽകരുത് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ കേസിൽ ഉന്നയിക്കുന്നത്. ഏതായാലും തന്ത്രിക്ക് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും 2 കേസുകളിലും പ്രതിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 2 കേസുകളിലെയും ജാമ്യ ഹർജി ഒരുമിച്ചാണ് കോടതി ഇന്ന് വിധി പറയാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തന്ത്രിക്ക് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ കൂടി SIT കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യ ഹർജി നൽകുന്ന കാര്യത്തിൽ കോടതി ചില നിർണായക നീക്കങ്ങളിലേക്ക് നടക്കുമെന്നുകൂടി അറിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ഒഴിച്ചാൽ അതിനു മുൻപ് ജാമ്യ ഹർജി നൽകിയപ്പോഴൊക്കെ തന്നെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്ത്രിയുടെ കാര്യത്തിലും ചില തടസ്സങ്ങളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ജാമ്യ ഹർജിയിൽ പരിഗണിക്കുക അല്ലെങ്കിൽ തള്ളുന്നതിനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും തന്ത്രിക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില രേഖകളും SIT കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ SIT മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിൻ്റെ അന്വേഷണത്തെ സാരമായി ബാധിക്കും എന്ന തരത്തിലുള്ള ചില വാദങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിഭാഗം ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, അതായത് ഈ കേസിൽ തന്ത്രിക്ക് ഈ താന്ത്രിക വിധി പ്രകാരം ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റ് ഇടപാടുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിൽ ഒന്നും തന്നെ തന്ത്രിക്ക് ബന്ധമില്ല, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ തന്ത്രി ബന്ധപ്പെട്ടിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഇക്കാര്യങ്ങളിൽ എടുത്ത നിലപാടുകളൊക്കെ തന്നെ വിശദമായ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിൽ വിധി പറയുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ പൂർത്തിയായി വരുന്ന സാഹചര്യത്തിൽ കൂടി പ്രതിക്ക് ജാമ്യം അല്ലെങ്കിൽ തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ചില നീക്കുപോക്കുകൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപാടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും തന്ത്രിയുടെ പേരിൽ 2,05,00,000 രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ അത് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ SIT കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നടക്കുന്ന ജാമ്യ ഹർജിയിൽ ഏതായാലും കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്ത്രി ആവർത്തിക്കുമ്പോഴും 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില നിർണായക രേഖകളും കോടതിക്ക് മുന്നാകെ ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഈ കണ്ടെത്തലുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഏതായാലും തന്ത്രിക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുക. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.